ഹായ് ഓൾ. സെക്കൻഡ് സെമസ്റ്ററിലെ കൺസ്യൂമർ ബിഹേവിയർ എന്ന മൈനർ കോഴ്സിലെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബിഹേവിയറിനെ കുറിച്ചിട്ട് ഓൾമോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, ഫാക്ടേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അതിനു മുമ്പ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തിയറട്ടിക്കൽ സൈഡ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ്. അപ്പോൾ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള വേരിയസ് തിയറീസ്, അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആയിട്ട് നോക്കാം. There are many theoretical models which throw light on consumer decision process or buying behavior. Consumer behavior models are the framework that explain how and why people make a purchase decision, helping marketers understand factors influencing buying patterns and consumer trust, ultimately leading to better strategies. ഇപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ നമുക്കറിയാം. കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ആവശ്യമുള്ളത് ആർക്കാണ്? മാർക്കറ്റേഴ്സിനാണ്, അത് അല്ലെങ്കിൽ കമ്പനീസിനാണ്. അപ്പോൾ ഈ കമ്പനീസിനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ എന്താണ്, എങ്ങനെയാണ് കൺസ്യൂമർ ബിഹേവിയർ ജനറേറ്റ് ആവുന്നത്, അതിൻ്റെ കോംപ്ലക്സിറ്റി എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കേണ്ട ആൾക്കാരെന്ന് പറയുന്നത് കമ്പനീസാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൺസ്യൂമർ ബിഹേവിയർ തിയറീസ് അല്ലെങ്കിൽ മോഡൽസ് എന്ന് പറയുന്നത് ആർ എ സർട്ടൻ ഫ്രെയിം വർക്ക്, അല്ലെങ്കിൽ നമുക്ക് ആ കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിയർ പിക്ചർ തരുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എലാബറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ദീസ് ആർ ദി ഫ്രെയിം വർക്ക് ദാറ്റ് എക്സ്പ്ലെയിൻ ഹൗ ആൻഡ് വൈ പീപ്പിൾ മേക്കിംഗ് പർച്ചേസ് ഡിസിഷൻ. എങ്ങനെയാണ് പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്, ആൻഡ് വൈ, എന്തിനാണ് പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, കമ്പനീസിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കമ്പനീസിനെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? കൺസ്യൂമർ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും, അവരുടെ ബൈയിങ് പാറ്റേൺസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, കൺസ്യൂമേഴ്സിൻ്റെ ട്രസ്റ്റ്, അതേപോലെ അൾട്ടിമേറ്റ്ലി നമ്മുടെ കമ്പനീസിൻ്റെ ബെറ്റർ സ്ട്രാറ്റജീസ് ഫോർമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള പല കാരണങ്ങളുണ്ട് നമ്മളൊരു കൺസ്യൂമർ ബിഹേവിയർ മോഡൽ പഠിക്കുന്നതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി കൺസ്യൂമർ ബിഹേവിയർ മോഡൽസിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? കമ്പനീസ് തന്നെയാണ്. ഓക്കെ, കമ്പനീസിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കൺസ്യൂമർ ബിഹേവിയർ മോഡൽസ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ബിസിനസ് മോഡൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രെയിം വർക്ക്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന മോഡൽസും അതുപോലെ തിയറീസൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ടൈപ്സ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബൈയിങ് ഡിസിഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഏതൊക്കെ തരം ബൈയിങ് ഡിസിഷൻസ് ആണ് നോർമലി കൺസ്യൂമേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്? ഓക്കെ, കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ടൈപ്സാണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ എക്സാമിന് മേ ബി ക്വസ്റ്റ്യൻസ് വരിക, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ബൈയിങ് ബിഹേവിയർ എന്ന് ചോദിക്കാം, വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ബൈയിങ് ഡിസിഷൻസ് ചോദിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടൈപ്സാണ് നമ്മൾ ഏതൊക്കെ തരം ബൈയിങ് ബിഹേവിയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ 4 മേജർ ടൈപ്സ് ഓഫ് ബൈയിങ് ബിഹേവിയേഴ്സ് ആണുള്ളത്. ഒന്ന് കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ, രണ്ടാമത്തത് ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ, മൂന്നാമത്തത് ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ, ആൻഡ് ലാസ്റ്റ് വൺ വെറൈറ്റി സീക്കിംഗ് ബൈയിങ് ബിഹേവിയർ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ ആണ്. കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ ഒക്കേഴ്സ് വെൻ കൺസ്യൂമേഴ്സ് ആർ ഹൈലി ഇൻവോൾവ്ഡ് ഇൻ ദ പർച്ചേസ് പ്രോസസ്, എസ്പെഷ്യലി ഫോർ എക്സ്പെൻസീവ് infrequently bought or risky items, and perceive significant differences between brands, leading to extensive research and evaluation. അപ്പോൾ കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് അതിൻ്റെ ടേം സൂചിപ്പിക്കുന്ന മാതിരി തന്നെ സംതിങ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അപ്പോൾ ബയേഴ്സിനെ കുറച്ച് കൺഫ്യൂസിങ് ആക്കുന്ന, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ കുറച്ച് കൺഫ്യൂസിങ് ആക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അവർ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ അവരുടെ മൈൻഡിലുണ്ടാവുക എന്താണ്? ഒരു കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ ആയിരിക്കും. ഓക്കെ, അതായത് നമ്മൾ എസ്പെഷ്യലി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ വാങ്ങാൻ പോവാണ്. എയ്തർ വി ആർ ഗോയിങ് ടു ബൈ എ കാർ, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ടു ബൈ എ ഹൗസ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം, അതായത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്ന ഒരു സാധനമല്ല, വളരെ റെയറായിട്ട് നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും? വി ആർ
ഗോയിങ് ഫോർ ആൻ റിസർച്ച് അല്ലേ. നമ്മൾ എന്ത് ചെയ്യും, അതിനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ തരം ഈ സെയിം പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നിനെ കുറിച്ചിട്ടും നന്നായിട്ട് പഠിച്ച് അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നോക്കി ഒരുപാട് സമയമെടുത്തിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നമുക്കറിയാം, നമ്മളൊരു കാറ് വാങ്ങാൻ പോണതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് നമ്മൾ ഓരോരോ മോഡൽസ് കാർസ് അല്ലെങ്കിൽ ഓരോ കമ്പനീസിൻ്റെ കാർസ്, ആ ബഡ്ജറ്റിന് പറ്റിയ കാർസ് നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്യും അല്ലേ. ഓരോ കാറിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നമ്മൾ തറോലി പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ കാറ് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് സമയമെടുത്ത് ഒരുപാട് റിസർച്ച് നടത്തി ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടൊക്കെ നമ്മളൊരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലുണ്ടാവുക ദർ ഈസ് എ കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ. Consumers behaves very differently when buying an expensive product or a product that is unfamiliar to them. When the risk of buying a product is very high, a consumer consult friends, family and experts before making the decision. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു കോംപ്ലെക്സ് ഡിസിഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ബൈയിങ് ആണ് നമ്മൾ ചെയ്യാൻ പോണതിന് മുമ്പേ നമ്മൾ ഇൻഡിവിജ്വൽ ഡിസിഷൻസ് എടുക്കുന്നത് വളരെ കുറവാണ്. നമുക്ക് എപ്പോഴും ഒരു സെക്കൻഡറി ഒപ്പീനിയന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫ്രണ്ട്സിനെയോ ഫാമിലീസിനെയോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്ന എക്സ്പേർട്സിനെയോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്രോച്ച് ചെയ്യും അല്ലേ. അപ്പോൾ ഈ കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയറിൻ്റെ ഒരു ക്യാരക്ടറാണ് അതും എന്ന് പറയുന്നത്. For complex buying behavior, consumers, marketers should have a deep understanding of the product. It is expected that they help the consumer to understand their product. ഇനി കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ ഉണ്ടാവുന്നത് ഏതൊക്കെ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴാണ് എന്നുള്ളത് കമ്പനീസ് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ കമ്പനീസ് അല്ലെങ്കിൽ ഇത് സെയിൽ ചെയ്യുന്ന ആൾക്കാർ അവർ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കും. എന്നിട്ട് അത് കൺസ്യൂമേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈ കോംപ്ലെക്സിറ്റി എന്ത് ചെയ്യാനായിട്ട് പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളൊരു കാറിൻ്റെ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഈ ഒരു സംഭവം. കാരണം എന്താണ്, അവിടെയുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സ് നമുക്ക് അതിനെ പറ്റിയിട്ട് അത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ നമുക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കംഫർട്ടായിരിക്കും. കാരണം അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് എന്ത് ചെയ്യും, ഡിസിഷനുമായിട്ട് മുമ്പോട്ട് പോവുക ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കോംപ്ലെക്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റേഴ്സും എന്ത് ശ്രദ്ധിക്കണം, ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പോൾ അവരത് ആ രീതിയിൽ എന്ത് ചെയ്ത് കൊടുക്കണം, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. Then it is important to create an advertising message in way that influences the buyer's beliefs and attitudes. For example, when a consumer buying a car for first time, it's a big decision as it involves high economic risk. There is a lot of thought on how it looks, how his friends and family will react, how his social status will change after buying the car, etc. ഓക്കെ, നമുക്കറിയാം കാറ് വാങ്ങുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മളൊരു കാറ് വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും നോർമലി ആൾക്കാർ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട് കുറച്ചും കൂടി ചുരുക്കിയിട്ട് പറയുകയാണെങ്കിൽ കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് വെൻ വി ആർ ഗോയിങ് ടു മേക്ക് a decision or purchase decision with a highly expensive, highly complicated product. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കൺസ്യൂമർ ബിഹേവിയറാണ് അല്ലെങ്കിൽ ബൈയിങ് ബിഹേവിയറാണ് കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ബൈയിങ് ബിഹേവിയറാണ് ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ. Dissonance reducing buying behavior. Dissonance reducing buying behavior is when a consumer is very involved in a purchase but has trouble distinguishing between the brands. This can lead to buyer's remorse or feelings of regret or uncertainty after the purchase. Consumer will be forced to buy goods that do not have too many choices, and therefore consumer will be left with limited decision making based on the product available, time limitations or budget limitations. Consumers buy certain product without a lot of search. The dissonance occurs when a consumer is worried they will make a wrong choice and will regret their decision later. Dissonance reducing buying behavior can also happen with other types of purchases such as loan vouchers and engagement rings, etc. ഓക്കെ, ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള
ബൈയിങ് ബിഹേവിയർ ഉണ്ടല്ലോ, അതായത് കോംപ്ലെക്സ് ബൈയിങ് ബിഹേവിയറുമായിട്ട് ഏകദേശം സിമിലർ ആണ്, പക്ഷേ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈൽ വി ആർ ഗോയിങ് ടു ബൈ എ പ്രൊഡക്റ്റ്, അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ബ്രാൻഡ്സ് അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതായത് ഇത് മാറ്റിയിട്ട് വേറെ ഒന്ന് എടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വളരെ കുറവായിട്ടുള്ള പർച്ചേസ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അതായത് കുഴപ്പമില്ല, ഇതെടുത്തേക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോർമലി നമുക്ക് ഡിസോണൻസ് എപ്പോഴാണ് ഒക്കോർ ചെയ്യുക? ഡിസോണൻസ് എന്ന് പറയുന്നത് ദ ഡിസാറ്റിസ്ഫാക്ഷൻ ആഫ്റ്റർ ദി പർച്ചേസ് ആണ്. പർച്ചേസിന് ശേഷം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു റിഗ്രറ്റ് ഫീലിങ്ങിനെയാണ് നമ്മൾ ഡിസോണൻസ് എന്ന് പറയുക. അപ്പോൾ ഈ ഡിസോണൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രൈ ചെയ്യും. അതായത് ഡിസോണൻസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നപ്പോഴാണ് മാക്സിമം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയറിൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മളെന്താ പറയുക, നിവൃത്തിയില്ലാണ്ട് നമ്മളൊരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്ത് ആൾക്കാരുടെ മൈൻഡിൽ തോന്നുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് എന്ത് ചെയ്യും, ആഫ്റ്റർ സെയിൽ സർവീസസും അതുപോലെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് സഹായത്തിനൊക്കെ വിടും. അപ്പോൾ അങ്ങനത്തെ ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. നോർമലി നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് അതിന് എന്തുണ്ടായിരിക്കും, ലിമിറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് മാത്രമേ, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് അവൈലബിൾ അല്ല, ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രമേ അവൈലബിൾ ഉള്ളൂ എന്നുള്ളതുണ്ടെങ്കിൽ നമുക്കവിടെ നമ്മൾ യൂസ് ചെയ്യുക. ഈ പറയുന്ന ഒരു മൈൻഡ് ആയിരിക്കും ആൾക്കാർക്ക് ഉണ്ടാവുക. അതായത് ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് എന്ത് ചെയ്യും, ആഫ്റ്റർ സെയിൽ സർവീസസ് അതുപോലുള്ള എക്സ്ട്രാ കെയർ നമ്മൾ ആർക്ക് കൊടുക്കും, കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കും. കൺസ്യൂമേഴ്സിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനോ അതുപോലെ ഒരുപാട് റിസർച്ച് നടത്താനോ ഉള്ളൊരു സ്പേസ് ഉണ്ടായിരിക്കില്ല. കാരണം ഒന്നാമത് നമുക്ക് കമ്പയർ ചെയ്യാൻ മാത്രം പ്രൊഡക്ട്സ് അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, കിട്ടുന്നൊരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുക, അത് മാക്സിമം നമ്മുടെ ഡിസോണൻസ് ഉണ്ടാവാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ബൈയിങ് ബിഹേവിയറിനെയാണ് നമ്മൾ ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ അവിടെ എന്താണ് പ്രശ്നം, ലോ അവൈലബിലിറ്റി ഓഫ് ചോയ്സസ് വിത്ത് ഫ്യൂവർ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എമംഗ് ദി ബ്രാൻഡ്സ്. പ്രത്യേകിച്ച് ഇങ്ങനെ വെറൈറ്റീസ് ഒന്നും ഇല്ലാത്ത എല്ലാ ബ്രാൻഡ്സും ഒരേപോലത്തെ പ്രൊഡക്ട്സാണ് നമുക്ക് തരുന്നതെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസോണൻസ് റെഡ്യൂസിങ് ബൈയിങ് ബിഹേവിയർ എന്ന് വിളിക്കുന്നത്.